വർഷം 1999 ഇന്ത്യൻ സിനിമയിലെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നിർണയിക്കാൻ പോകുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ജൂറി അംഗങ്ങളിൽ മലയാളത്തിന്റെ ബാലചന്ദ്ര മേനോനുമുണ്ട്. അവസാന റൗണ്ടിൽ മികച്ച നടനുള്ള പുരസ്കാരത്തിനായി മത്സരിക്കുന്നത് ബോളിവുഡിലെ അജയ് ദേവഗനും മലയാളത്തിന്റെ അഭിമാനമായ മമ്മൂട്ടിയും. സഖം എന്ന ബോളിവുഡ് സിനിമയിലെ അഭിനയത്തിന് അജയ് ദേവഗന് അവാർഡ് നൽകാൻ ജൂറി അംഗങ്ങൾ തീരുമാനിക്കുന്നു. എന്നാൽ ആ തീരുമാനത്തെ ബാലചന്ദ്ര മേനോൻ അടക്കമുള്ളവർ ശക്തമായി എതിർക്കുകയും മമ്മൂട്ടിക്ക് അവാർഡ് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് വാജ്പേയി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ്. അജയ് ദേവഗനാട്ടെ BJPക്കാരുടെ ഇഷ്ടക്കാരനും. അതുകൊണ്ട് തന്നെ ബാലചന്ദ്ര മേനോന്റെ ആവശ്യം അംഗീകരിക്കാൻ ഒരു തരത്തിലും അവർ തയ്യാറായില്ല. പക്ഷേ അദ്ദേഹം മമ്മൂട്ടിക്ക് വേണ്ടി ഉറച്ചു നിന്നപ്പോൾ ഗത്യന്തരമില്ലാതെ അജയ് ദേവഗനോടൊപ്പം മമ്മൂട്ടിക്കും അവാർഡ് പങ്കിടാൻ ഒടുവിൽ ജൂറി തീരുമാനിക്കുന്നു. 1998 പുറത്തിറങ്ങിയ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ബയോപിക്കുകളിൽ ഒന്നായ ബാബാ സാഹിബ് അംബേദ്കറിൽ അംബേദ്കറുടെ വേഷത്തെ അതിശയോക്തിയുടെ ഒരു അംശം പോലുമില്ലാതെ റിയലിസ്റ്റിക്കായി അവതരിപ്പിച്ച മമ്മൂട്ടിക്ക് അങ്ങനെ തന്റെ കരിയറിലെ 3ാമത്തെ ദേശീയ അവാർഡ് അന്ന് ലഭിച്ചു. ഇപ്പോഴിതാ 2024 ദേശീയ അവാർഡ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. 2022 റിലീസായ സിനിമകളാണ് ഇത്തവണ മത്സരത്തിനുള്ളത്. 25 വർഷങ്ങൾക്ക് മുമ്പ് അജയ് ദേവഗനോടൊപ്പം മത്സരിച്ച അതേ മമ്മൂട്ടി അന്നത്തേതിനേക്കാളും 10 മാറ്റോടുകൂടി അവസാന റൗണ്ടിലെ മത്സരാർത്ഥിയായി ഇന്നും തിളങ്ങി നിൽക്കുകയാണ്. അന്ന് ഇന്ത്യ ഭരിച്ച അതേ BJP ഗവൺമെന്റ് തന്നെയാണ് ഇത്തവണയും അധികാരത്തിലുള്ളത്. മികച്ച നടനുള്ള അവാർഡിൽ നിന്നും മമ്മൂട്ടിയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ആദ്യ സംഭവമായിരുന്നില്ല 1999 2018 മമ്മൂട്ടിയുടെ പേരമ്പ് എന്ന സിനിമയിലെ അഭിനയത്തിന് സിനിമാ ലോകം മുഴുവൻ അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അന്ന് അദ്ദേഹത്തെ മലയാളിയായ മേജർ രവി അടക്കമുള്ള ജൂറി അംഗങ്ങൾ മമ്മൂട്ടി എന്ന നടന്റെ അഭിനയത്തിന് കൺസിസ്റ്റൻസി പോരാ എന്ന് പറഞ്ഞ് അവസാന റൗണ്ടിലേക്ക് പോലും പരിഗണിക്കാതെ മൃഗീയമായി അപമാനിച്ചു. ഉറിയിലെ അഭിനയത്തിന് വിക്കി കൗശലിനും അന്ധാധുനിലെ അഭിനയത്തിന് ആയുഷ്മാൻ ഖുറാനയ്ക്കുമായിരുന്നു അന്ന് അവാർഡ് നൽകിയത് എന്ന് അറിയുമ്പോൾ എന്തുകൊണ്ട് മമ്മൂട്ടി തഴയപ്പെട്ടു എന്ന് നമുക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാം. സിനിമയെ ജീവശ്വാസമായി കണ്ട മമ്മൂട്ടി എന്ന നടൻ പക്ഷേ പരാതികളും പരിഭവങ്ങളുമില്ലാതെ തന്റെ കഴിവുകളെ തേച്ചു മിനുക്കിക്കൊണ്ടേയിരുന്നു. അവസാനമായി ദേശീയ അവാർഡ് ലഭിച്ച 1998 ശേഷമുള്ള കാൽ നൂറ്റാണ്ടിൽ കറുത്ത പക്ഷികൾ, കാഴ്ച, പാലേരി മാണിക്യം തുടങ്ങിയ സിനിമകളിലൂടെ അവസാന റൗണ്ടിലേക്ക് മമ്മൂട്ടി എത്തിയിട്ടുണ്ടെങ്കിലും അന്നൊന്നും കാണാത്ത ഒരു മമ്മൂട്ടിയെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2020 കൊറോണയ്ക്ക് ശേഷമുള്ള 5 വർഷങ്ങൾ. 2022 നൻപകൽ നേരത്ത് മയക്കവും റോഷാക്കും. 2023 കാതൽ ദിക്കോർ. 2024 ബ്രഹ്മയുഗം. അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചു തുടങ്ങിയ സമകാലികരായ അഭിനേതാക്കളിൽ പലരും ഇന്ന് ലോകത്തോട് തന്നെ വിട പറഞ്ഞു കഴിഞ്ഞു. പല നടന്മാരും സിനിമ നിർത്തി വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ കാലങ്ങളായി. മറ്റു ചിലരാകട്ടെ 1-2 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു സിനിമ മാത്രമൊക്കെയാണ് അഭിനയിക്കുന്നത്. പക്ഷേ മമ്മൂട്ടി മാത്രം കണ്ടിന്യൂസ് ആയി സിനിമകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയും അതെല്ലാം വലിയ വിജയമാക്കി മാറ്റുകയും ചെയ്യുന്നു. അതും ഈ പ്രായത്തിൽ ഇന്ത്യൻ സിനിമയിലെ ഒരു നടനും പരീക്ഷിക്കാൻ പോലും ധൈര്യപ്പെടാത്ത ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റി പോലെയുള്ള കഥാപാത്രങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്. മമ്മൂട്ടിയെ തടയാൻ ഒരു കാരണം പോലും കണ്ടുപിടിക്കാൻ വർഗീയ രാഷ്ട്രീയത്തിന്റെ മേലങ്കി അണിയുന്ന ജൂറി അംഗങ്ങൾക്ക് ഇത്തവണ കഴിയില്ല എന്ന് ചുരുക്കം. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയും ശക്തമായ പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യവും കൊണ്ട് മാറിയ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ തങ്ങളുടെ ഇഷ്ടക്കാർക്ക് മാത്രം അവാർഡ് വാരിക്കോരി കൊടുക്കുന്ന ആ പതിവ് രീതി തൽക്കാലത്തേക്കെങ്കിലും അവർ മാറ്റിപ്പിടിക്കും എന്ന ഒരു സൂചന ഇത്തവണയുണ്ട്. കൂടുതൽ നാളുകൾ മമ്മൂട്ടി എന്ന പടക്കുതിരയെ പിടിച്ചുകെട്ടാൻ അവർക്ക് ഇനി കഴിയില്ല എന്ന അർത്ഥം. മമ്മൂട്ടി എന്ന മഹാനടന്റെ കൈകളിലേക്ക് 4ാമത്തെ ദേശീയ അവാർഡ് ലഭിക്കാനുള്ള സാധ്യത അങ്ങനെ ഏറുകയാണ്. അഥവാ ഇനിയും ലഭിച്ചില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ വർഗീയ കോമരങ്ങൾ ഭരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് ഒരു അവാർഡ് ഒരിക്കലും ലഭിക്കുകയില്ല.